ഹലോ ഗായ്സ്, വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ബീഫിൻ്റെ ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബീഫ് വിന്താലു. അപ്പോൾ നമുക്കതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫും നല്ലോണം വെള്ളത്തിൽ ഒരു 5-8 പ്രാവശ്യം കഴുകിയിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്ത് ഒരു ഊട്ടുപാത്രത്തിനകത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം ഒരു സ്പൂൺ നമ്മുടെ കടുകും, ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അത് നമുക്ക് ഈ മുരിങ്ങയുടെ തൊലി കിട്ടണമെങ്കിൽ അതും ഇടാം. പക്ഷെ എനിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇത് പരുവത്തിൽ നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ഒരു കുക്കറിനകത്ത് ആക്കിയിട്ട് അതിനകത്ത് ഒരു 2 സവാള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞതും, ഒരു 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ അരച്ച് വെച്ചേക്കണ മിക്സും ഇട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, പൊടിച്ച ഗരം മസാലയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കണത്. വേറെ ഒരു മസാലയുടെയും ആവശ്യമില്ല. ഈ 3 ഐറ്റം മതി പൊടികളായിട്ട്. അതിലൊരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്താൽ നല്ല കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സവാള എടുത്താൽ മതി. ബാക്കി ഒരു 10-15 ചെറിയ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 സവാള എടുത്തേക്കണത്. അതിന് ശേഷം നമ്മുടെ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം കൈ വെച്ച് തിരുമുണ കൂട്ടത്തിൽ ഒരു സ്പൂണോളം വിനീഗരും, അതായത് വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മിക്സിങ്ങിലാണ് നല്ലോണം കൈ വെച്ച് നരടി എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് വേണം അത് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നല്ലോണം തിരുമ്മി കൂട്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത്, അതൊരു ഇറച്ചി ഒരു 1/4 വേവ് വേകാൻ പാടുള്ളൂ. ബാക്കി നമുക്ക് മൺചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വിസിൽ വന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം ചെറുതീയിൽ വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി വലുതായിട്ട് വേണം ബീഫ് വിന്താലിക്ക് നമുക്ക് കട്ട് ചെയ്യാൻ. ചെറിയ ഇറച്ചി കറി വെക്കണ പീസ് പറ്റൂല, ഇച്ചിരി വലിയ പീസ് വേണം. അപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിക്കും. അതിന് വേണ്ടിയാണ് ഈ വലിയ പീസിൽ കട്ട് ചെയ്യണത്. അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെറിയ പീസിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യട്ടോ, എങ്ങനെ വേണമെങ്കിലും വെക്കാം. പക്ഷെ ഇവിടെ ഞങ്ങൾ കൊച്ചിക്കാർ ഇച്ചിരി വലുതായിട്ടാണ് നമ്മുടെ വിന്താലി വെക്കണത്. അപ്പോൾ അതിന് ശേഷം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇറച്ചി നല്ല ചാറുണ്ടാവും. നമ്മൾ ഒരു തരി വെള്ളം വെച്ചിട്ടില്ല, പക്ഷേ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചാറ് നല്ലോണം വറ്റിച്ചെടുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നല്ല കുറുകി വന്ന വരെ. അപ്പോൾ ബാക്കിയുള്ള വേവ് ഇറച്ചിയിൽ അവിടെ ഇരുന്ന് ആ ചട്ടിയിലിരുന്ന് വെന്തോളും. ഒരു 1/4 വേവേ കുക്കറിൽ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. അത് അടച്ച് വെച്ച് നമുക്ക് ചെറുതീയിൽ ഇത് പറഞ്ഞ പോലെ തിള വന്ന് കഴിയുമ്പോൾ ചെറുതീയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് വിന്താലു റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് 2 ടൈപ്പ് ഉണ്ടാക്കാം. ഒരെണ്ണം ഇതിപ്പോൾ ഒരു ടൈപ്പാണ്, പച്ചനെ വെക്കണേന്ന് പറയും. ഇനി നമുക്ക് സവാളയും എല്ലാം കൂടെ വഴറ്റി വെക്കണുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യ്, ഈസ്റ്ററിന് നല്ലൊരു ഡിഷായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു.